ഹായ്, നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ചരിത്രത്തെ ചരിത്രമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ്. അവിടെ അധികം പേരും അറിയാത്ത ഒരു ചരിത്രം ഉറങ്ങുന്നുണ്ട്. അത് നമ്മളെ അത്ഭുതപ്പെടുത്തും, അമ്പരപ്പിക്കും. അത് നശിക്കുന്നത് കാണുമ്പോൾ നമുക്ക് വിഷമം തോന്നും. വരൂ പോകാം ഡിണ്ടിഗൽ ഫോർട്ടിലേക്ക്, 16-ാം നൂറ്റാണ്ടിലേക്ക്. ഡിണ്ടിഗൽ അഥവാ ടിണ്ടുക്കൽ ലോക്കുകൾക്കും ബിരിയാണികൾക്കും ഫേമസ് ആയ ഒരു നാടാണ്. ഡിണ്ടിഗൽ ഡിസ്ട്രിക്റ്റിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആണ് ഇവിടം. പളനിയും കൊടൈക്കനാലും എല്ലാം ഈ ഡിണ്ടിഗൽ ഡിസ്ട്രിക്റ്റിന്റെ ഭാഗമാണ്. ഡിണ്ടിഗൽ എത്താറാവുമ്പോൾ അങ്ങ് ദൂരെ നമുക്കൊരു വലിയ പാറയും അതിന്റെ മുകളിൽ കുറേ നിർമ്മിതികളും കാണാം. അതാണ് ഡിണ്ടിഗൽ ഫോർട്ട് അഥവാ ഡിണ്ടുക്കൽ മലൈക്കോട്ടെ. ഈ മലൈക്കോട്ടയുടെയും അതിന്റെ മുകളിലുള്ള അഭിരാമി അമ്മൻ കലേശ്വർ ടെമ്പിളിലേക്കുമാണ് ഇന്നത്തെ നമ്മുടെ പര്യവേഷണം. രാവിലെ 10 മണിയോട് കൂടി ഞങ്ങൾ ഫോർട്ടിന്റെ പരിസരത്തെത്തി. ആ പാറയെ ഒന്ന് ചുറ്റി വേണം എൻട്രൻസിലേക്ക് എത്താൻ. എൻട്രൻസ് കണ്ടുപിടിക്കാൻ ഞങ്ങൾ ശരിക്കും ബുദ്ധിമുട്ടി. ഈ കാണുന്ന ആർച്ച് അത് കണ്ടുവെക്കുക. ഇതിൽ കൂടി വേണം ഫോർട്ടിലേക്ക് കയറാൻ. ആ വഴി കണ്ടാൽ അതൊരു ചരിത്ര സ്മാരകത്തിലേക്കുള്ള വഴിയാണെന്ന് പറയില്ല. നല്ല തിരക്കും സൈഡിൽ നിറയെ വണ്ടികളും ഇടുങ്ങിയ റോഡും. ഞങ്ങൾ കാർ ആ റോഡിന്റെ സൈഡിൽ പാർക്ക് ചെയ്തിട്ട് പാറയിലേക്ക് കയറി. അവിടെ ഒരു ചെറിയ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടേത്. ഒരാൾക്ക് 25 രൂപ, അതാണ് ടിക്കറ്റ് നിരക്ക്. പാറയിൽ തന്നെ ചെറിയ പടികൾ വെട്ടിവെച്ചിട്ടുണ്ട്. അതുവഴി വേണം മുകളിലേക്ക് കയറാൻ. കയറി തുടങ്ങുമ്പോൾ തന്നെ ഡിണ്ടിഗലിന്റെ ആകാശ കാഴ്ച കിട്ടി തുടങ്ങും. കോട്ടയുടെ വാതിൽ കടന്ന് അകത്ത് ചെല്ലുമ്പോൾ ആദ്യം തന്നെ കുറച്ച് ചെറിയ മുറികൾ കാണാം. കാവൽക്കാർക്കുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു. കുറച്ചുകൂടി ചെല്ലുമ്പോൾ അധികം പൊക്കമില്ലാത്ത കുറേ മുറികൾ കാണാം. പടയാളികൾക്കുള്ള മുറികളാണ് എല്ലാം. വലിയ ഒരു ഹോൾ പോലെ അത് പരന്നു കിടക്കുന്നു. ഈ ഹാളിൽ നിന്നും അടുത്ത ഹാളിലേക്ക് ഇറങ്ങാൻ ഒട്ടും പൊക്കമില്ലാത്ത ഒരു വാതിലാണുള്ളത്. അതിൽ പടവുകളുമുണ്ട്. നല്ലതുപോലെ കുനിഞ്ഞാൽ മാത്രമേ താഴേക്ക് ഇറങ്ങാൻ പറ്റുകയുള്ളൂ. വീണ്ടും കുറേ ഹാളുകൾ. ഓരോ ഹാളിൽ നിന്നും പുറത്തേക്ക് വാതിലുകളുമുണ്ട്. അവിടെ നിന്നപ്പോൾ അതിൽ താമസിച്ചിരുന്ന പടയാളികളുടെ ജീവിതം മനസ്സിലൂടെ എങ്ങനെ കടന്നുപോയി. എന്തായിരിക്കുമല്ലേ അവരുടെയൊക്കെ ജീവിതം. ധാരാളം പടയാളികൾ ഇതിൽ പാർത്തിരുന്നിരിക്കാം. വീണ്ടും ഞങ്ങൾ പാറയിലേക്ക് ഇറങ്ങി കയറ്റം തുടർന്നു. നമ്മൾ നേരത്തെ കയറിയ ഹാളില്ലേ, അതിന്റെ മുകൾ വശമാണ് ഈ കാണുന്നത്. ഈ കാണുന്ന കെട്ടിടമൊക്കെ ബ്രിട്ടീഷുകാർ അവരുടെ കാലത്ത് പണിതതാണ്. അതുകൊണ്ടാണ് ഇത് ചുടുകട്ട കൊണ്ട് കെട്ടിയിരിക്കുന്നത്. ഇത് ഇവരുടെ അടുക്കളയായിരുന്നു. കോട്ടയിലുള്ളവരുടെ ഭക്ഷണം പാകം ചെയ്തിരുന്നത് ഇവിടെയാണ്. മുകളിലേക്കുള്ള പടവുകൾ വഴിയല്ല ഞങ്ങൾ കയറിയത്. പാറപ്പുറത്തൂടെ വെറുതെ നടന്നു കയറുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കെട്ടിടങ്ങളുടെ അടുത്തൂടെയൊക്കെ പോകാൻ ഞങ്ങൾക്ക് പറ്റി. ദേ ആ കാണുന്നതാണ് നമ്മൾ നേരത്തെ കണ്ട അടുക്കള. ഇവിടെയൊക്കെ നിന്നുള്ള ഡിണ്ടിഗലിന്റെ ദൃശ്യങ്ങൾ അതിമനോഹരമാണ്. കോട്ടമതിൽ ഈ പാറയെ ചുറ്റിപ്പോയിരിക്കുകയാണ്. അതിനോട് ചേർന്ന് മുറികളുമുണ്ട്. ചെറിയ മുറികൾ ഒക്കെ അന്നത്തെ ജയിലുകളായിരുന്നു. തടവുകാരെ പാർപ്പിച്ചിരുന്നതെല്ലാം അവിടെയായിരുന്നു. ഇതും ബ്രിട്ടീഷുകാർ പണിതതാണ്. ഈ കാണുന്നത് ഡിണ്ടിഗലിന്റെ ഒരു ഭാഗമാണ്. പല വർണ്ണത്തിലാണ് അവിടുത്തെ കെട്ടിടങ്ങൾ പെയിന്റ് അടിച്ചിരിക്കുന്നത്. അത് കാണാൻ നല്ല ഭംഗിയാണ്.
നമ്മൾ കണ്ടിട്ടുള്ള ചില യൂറോപ്യൻ ടൗൺ പോലെ. ഇത് കോട്ടയിലെ ഒരു ജലസംഭരണിയാണ്. ഇതുപോലെ പല കുളങ്ങളും നമ്മൾക്ക് ഈ പാറമുകളിൽ കാണാൻ കഴിയും. അവരുടെ വാട്ടർ മാനേജ്മെന്റ് ആണിത്. വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. ഈ പാറമുകളിൽ വീഴുന്ന ഓരോ തുള്ളിയും ഒഴുകി ഇതുപോലെയുള്ള കുളങ്ങളിൽ വന്നു ചേരും. ഈ കുളങ്ങളിലെ വെള്ളമായിരുന്നിരിക്കണം അന്ന് അവർ നിത്യജീവിതത്തിൽ ഉപയോഗിച്ചിരുന്നത്. 16-ാം നൂറ്റാണ്ടിലെ ലേറ്റസ്റ്റ് ടെക്നോളജി അല്ലേ? ദേ നോക്കിയേ, ഈ കാണുന്നതാണ് നേരത്തെ പറഞ്ഞ ചെറിയ മുറികൾ. ജയിലുകളോ മറ്റോ ആയിരുന്നിരിക്കണം ഇവ. ഈ ഗേറ്റുകളൊക്കെ പിന്നീട് ഇട്ടതാണ്. ഇവിടുന്ന് ഇടത്തേക്കും വലത്തേക്കും ആ മുറി വ്യാപിച്ചു കിടക്കുന്നു. പാറക്കല്ലുകൾ അടുക്കിയുള്ള ഇവയുടെ നിർമ്മിതി നമ്മൾക്ക് ഇവിടെ വ്യക്തമായി കാണാം. വീണ്ടും ഒരു കുളം, പക്ഷെ അതിൽ വെള്ളമില്ല എന്ന് മാത്രം. ഈ കുളത്തിന്റെ അടുത്ത് നിന്ന് മുകളിലേക്കുള്ള അമ്പലത്തിലേക്ക് പടവുകൾ വെട്ടിവെച്ചിട്ടുണ്ട്. ഞങ്ങൾ അതുവഴി മുകളിലേക്ക് കയറി. ക്ഷേത്രത്തിലേക്കുള്ള പ്രധാന പടവുകൾ വേറെയാണ്. ഇതിവിടെ യാദൃശികമായി കണ്ടതാണ്, അതുകൊണ്ട് ഞങ്ങൾ ഇതിലൂടെ തന്നെ കയറി. താഴെ നിന്ന് കയറുമ്പോൾ മുതൽ അങ്ങ് മുകളിലുള്ള ക്ഷേത്രഗോപുരം കണ്ടുകൊണ്ടാണ് നമ്മൾ കയറുന്നത്. അതാണ് നമ്മുടെ ഇന്നത്തെ ലക്ഷ്യസ്ഥാനവും. വീണ്ടും താഴെയുള്ള ദിണ്ടിഗലിന്റെ ഭംഗി ഒന്നുകൂടി ആസ്വദിച്ചു. ഓരോ ഉയരത്തിൽ നിന്ന് നോക്കുമ്പോൾ ഓരോ ഭംഗിയാണ് അതിന്. അങ്ങനെ ഞങ്ങൾ അവസാനം അഭിരാമി അമ്മൻ കലേശ്വർ ക്ഷേത്രത്തിന്റെ മുമ്പിലെത്തി. ഈ കാണുന്നതാണ് അതിന്റെ മുൻവശം. ഇവിടെ ഇപ്പോൾ പ്രതിഷ്ഠയില്ല. ഇവിടെ ഇരുന്ന വിഗ്രഹം താഴെ ഏതോ ഒരു ക്ഷേത്രത്തിലേക്ക് അവർ മാറ്റി. ആ ക്ഷേത്രത്തിലേക്കും നമ്മൾക്ക് താഴെ ഇറങ്ങിയിട്ട് പോകണം. 16-ാം നൂറ്റാണ്ടിൽ ഈ മലമുകളിൽ പണിതതാണ് ഈ ക്ഷേത്രം. കല്ലുകൾ കൊണ്ടുള്ള നിർമ്മിതി. ഇതിന്റെ അകം അതിലും മനോഹരമാണ്. ഒറ്റക്കൽ തൂണുകൾ കൊണ്ട് നിറഞ്ഞ ഒരു വലിയ ഹോൾ. തറയിൽ പാറക്കല്ലുകൾ പാകിയിരിക്കുന്നു. നേരെ കാണുന്നതാണ് ശ്രീകോവിൽ. അതിന്റെ കൊത്തുപണികൾ മനോഹരവും സങ്കീർണവുമാണ്. കല്ലുകളുടെ ഇടയിൽ ചെറിയ സിമന്റ് വർക്കുകളും ചുടുകട്ട കൊണ്ടുള്ള പണികളും കാണാം. അതൊക്കെ പിൽക്കാലത്ത് ചെയ്തതാണ്. ബ്രിട്ടീഷുകാരും ഇതിനെ സംരക്ഷിച്ചു നിർത്താൻ കുറച്ച് പണികളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ പാറപ്പുറത്ത് ആദ്യം പണിതത് ഈ ക്ഷേത്രമാണ്. 1500-കളിലാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. 1605-ൽ മധുരൈ നായ്ക്കർ രാജാവായിരുന്ന മുത്തുകൃഷ്ണപ്പ നായ്ക്കരാണ് ഈ കോട്ട പണിതത്. ദിണ്ടിഗലിന്റെ ചരിത്രം ഈ കോട്ടയുമായി ചുറ്റപ്പെട്ട് കിടക്കുന്നു. ചേര, ചോള, പാണ്ഡ്യ രാജ്യങ്ങളുടെ അതിരിലാണ് ഈ ദിണ്ടിഗൽ കിടന്നിരുന്നത്. അതുകൊണ്ട് തന്നെ പണ്ട് കാലം തൊട്ടേ ദിണ്ടിഗലിന് സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. ചോളന്മാരും പാണ്ഡ്യന്മാരും ഈ സ്ഥലം ഭരിച്ചിട്ടുണ്ട്. 14-ാം നൂറ്റാണ്ടിൽ ഡൽഹി സുൽത്താനേറ്റിന്റെ കീഴിൽ കുറച്ചു കാലം വന്നെങ്കിലും പിന്നീട് 1378-ൽ വിജയനഗര സാമ്രാജ്യത്തിന്റെ കീഴിലായി. വിജയനഗര സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്ന മധുരൈ നായ്ക്കർ 1500-കളിൽ ശക്തി പ്രാപിച്ചു. അതിലെ രാജാവായിരുന്ന മുത്തുകൃഷ്ണ നായ്ക്കറാണ് ഈ കോട്ട ആദ്യം പണി കഴിപ്പിച്ചത്. 1742-ൽ വെങ്കട്ടരായയുടെ നേതൃത്വത്തിൽ മൈസൂർ ആർമി ദിണ്ടിഗൽ കീഴടക്കി. അങ്ങനെ ഈ സ്ഥലം പിന്നീട് ഹൈദർ അലിയുടെ കീഴിലായി. 1788-ൽ ടിപ്പു സുൽത്താന്റെ കൈകളിലേക്കും ശേഷം 1792-ൽ ബ്രിട്ടീഷുകാരുടെ കൈകളിലേക്കും വന്നു. ഹൈദർ അലിയുടെ കാലത്തും ബ്രിട്ടീഷ് കാലത്തും ഈ കോട്ട വികസിപ്പിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷുകാരാണ് 17-ാം നൂറ്റാണ്ടിൽ പീരങ്കികളും കാവൽക്കാർക്കുള്ള മുറികളും സ്ഥാപിച്ചത്. കോട്ട കൂടുതൽ ശക്തിപ്പെടുത്തുകയും ചെയ്തു. യുദ്ധ തടവുകാരെയും അടിമകളെയും പാർപ്പിക്കാനുള്ള മുറികൾ, വിശാലമായ അടുക്കള, കുതിരാലയം,
സൈനിക മേധാവികൾക്കുള്ള മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെ 48 മുറികൾ ഉണ്ടായിരുന്നു. ഈ കോട്ടയ്ക്ക് ഏകദേശം 900 അടി ഉയരവും 2.75 കിലോമീറ്റർ ചുറ്റളവുമുണ്ട്. ഈ കോട്ട ഇന്ത്യൻ രാജാക്കന്മാരുടെ സൈനിക വാസ്തുവിദ്യയിലെ വൈദഗ്ധ്യം എടുത്തുകാട്ടുന്നു. ഈ കോട്ട പോളിഗാർ വാറിന്റെ ഭാഗമായിട്ടുണ്ട്. യുദ്ധസമയത്ത് ശിവഗംഗ ക്യൂനായിരുന്ന വേലു നാച്ചിയാർക്കും അവരുടെ കമാൻഡർമാർക്കും ഇവിടെ താമസിക്കാൻ ഹൈദരാലി സൗകര്യം ചെയ്തു കൊടുത്തിരുന്നു. ഈ പാറമുകളിൽ നല്ല ലക്ഷണമൊത്ത ഒരു മരം അങ്ങനെ തല ഉയർത്തി നിൽക്കുന്നു. അവൻ എങ്ങനെ ഇവിടെ ഇത്രമേൽ വളർന്നു എന്ന് ഓർത്താൽ അത്ഭുതം തോന്നും. തിരിച്ചിറങ്ങുന്ന വഴി ഒരു കുഞ്ഞു അതിഥിയെ കണ്ടുമുട്ടി. അവനെ താലോലിച്ചു. കുറച്ചു നേരം അവിടെ നിന്നു. പിന്നെ ക്ഷേത്രത്തോടും കോട്ടയോടും യാത്ര പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. പല നൂറ്റാണ്ടുകളിലൂടെ പല മഹാരഥന്മാരുടെ കാലടികൾ പതിഞ്ഞ സ്ഥലത്തൂടെ സഞ്ചരിച്ച ചാരിതാർത്ഥത്തോടെ. മലയുടെ താഴെ ഇനിയും കുറച്ച് ചരിത്ര നിർമ്മിതികളുണ്ട്. ഈ കാണുന്നതാണ് ബേഗംപൂർ മോസ്ക് അഥവാ ഹസ്രത് അമീറുനിസ ബീഗം ഷാഹിബ അമ്മ ദർഗ. 1766 പ്രസവത്തോടെ മരിക്കുകയും ഇവിടെ അടക്കം ചെയ്യപ്പെടുകയും ചെയ്ത ഹൈദറിന്റെ ഇളയ സഹോദരി അമീറുനിസ ബീഗത്തിന്റെ പേരിലാണ് ഈ പള്ളി അറിയപ്പെടുന്നത്. ഈ സ്ഥലം ബേഗംപൂർ എന്നും അറിയപ്പെടുന്നു. പിന്നീട് ഇവിടുന്ന് വീണ്ടും യാത്ര തിരിച്ചു. പോകുന്ന വഴിയിൽ മനോഹരമായ ഒരു ചർച്ച് കണ്ട് വണ്ടി നിർത്തി. അതിന്റെ ഭംഗി ആസ്വദിച്ച് കുറച്ചു നേരം നിന്നു. പിന്നീടുള്ള യാത്ര ഒരു അന്വേഷണമായിരുന്നു. ആ മലമുകളിലെ വിഗ്രഹം ഏത് ക്ഷേത്രത്തിലാണ് ഇപ്പോൾ ഉള്ളത്? ആദ്യം പോയത് കോട്ടയം മാരിയമ്മൻ കോവിലിലേക്കാണ്. ഇതാണ് കോട്ടയം മാരിയമ്മൻ കോവിൽ. അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് ആ വിഗ്രഹം പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഇവിടെയല്ല എന്ന്. അത് അഭിരാമി അമ്മൻ കോവിലാണെന്ന്. വീണ്ടും ഞങ്ങൾ കോവിൽ തേടിയുള്ള യാത്ര തിരിച്ചു. ഇതാണ് ആ കോവിൽ, അഭിരാമി അമ്മൻ കോവിൽ. ഇവിടെയാണ് ഇപ്പോൾ ആ മലമുകളിലെ വിഗ്രഹം സ്ഥിതി ചെയ്യുന്നത്. ഈ 2 കോവിലിൽ നിന്നാലും പിറകിലുള്ള ഡിണ്ടിഗൽ ഫോർട്ട് അത് നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും. അപ്പോൾ ഇന്നത്തെ യാത്ര പൂർണ്ണമായി. ശേഷം മറ്റൊരു വീഡിയോയുമായി കാണുന്നവരേക്കും വണക്കം.